ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് നമ്മുടെ ഹോണ്ട യൂണിക്കോണാണ് വണ്ടി. സ്റ്റാർട്ടിങ് കംപ്ലൈൻ്റ് ആയിട്ട് നമ്മൾ എടുത്തു നടന്നുണ്ടോ. വണ്ടി വഴിയിൽ സ്റ്റാർട്ടാവാണ്ട് ഇരുന്നിട്ട് വീട്ടിൽ നിന്ന് പോയി എടുത്തു കൊണ്ടുവന്ന വണ്ടിയാണ്. അപ്പോൾ അതിൻ്റെ കംപ്ലൈൻറ്റ് എന്ന് പറഞ്ഞാൽ ഒന്നും നമുക്ക് ചോക്ക് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യണ്ടായില്ല. പിന്നെ കാർബേറ്ററാണ് മെയിനായിട്ട് അതിൻ്റെ കംപ്ലൈൻറ്റ് കേട്ടോ. കാരണം പറയാൻ കാരണം എന്ന് വെച്ചാൽ നമ്മളതിൻ്റെ കാർബേറ്റർ യൂണിറ്റ് അഴിച്ചു നോക്കുന്ന സമയത്തുണ്ടല്ലോ, അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അതിനകത്ത് ഇതിൻ്റെ ഉള്ളിൽ വന്ന ചോക്ക് യൂണിറ്റൊക്കെ ഫുള്ള് ജാമായിട്ടിരിക്കുക. അതിൻ്റെ ഉള്ളിൽ തുരുമ്പൊക്കെ ഇട്ടിട്ട് ഫുള്ളായിട്ട് ആ ചോക്ക് കട്ട മൊത്തത്തിൽ ജാമായിട്ടിരിക്കുകയായിരുന്നു. പിന്നെ എന്താ വെച്ചാൽ കാർബേറ്ററിനകത്ത് ഓൾറെഡി നല്ല രീതിയിലുള്ള തേയ്മാനം കാര്യങ്ങളുണ്ട്. വാക്യൂം പിസ്റ്റൻ്റെ നല്ല രീതിയിലുള്ള തേയ്മാനമുണ്ട്. ഇപ്പോൾ നിലവിൽ വണ്ടിക്ക് ഇരിക്കും മുമ്പായാലും നിങ്ങൾക്ക് ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു കംപ്ലൈൻറ്റ് എന്ന് പറഞ്ഞാൽ കാലത്ത് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ കുറേ നേരത്തേക്ക് പെട്രോൾ കിട്ടാത്ത പോലെ ഒരു ഫീൽ ഉണ്ടായി കാണണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാർബേറ്ററിൻ്റെ ഈ കാണുന്ന കംപ്ലൈൻറ്റിൻ്റെ ലക്ഷണം വെച്ചിട്ട് അത് കാണിക്കാൻ സാധ്യതയുള്ള ലക്ഷണം മോർണിംഗിൽ തന്നെ പ്രോബ്ലം ആയിരിക്കും. സ്റ്റാർട്ടായിട്ട് വണ്ടി റേസ് ആവാനൊക്കെ വലിയ ബുദ്ധിമുട്ട്, പെട്രോൾ കിട്ടാത്തൊരു ഫീല്, ആ ഒരു കംപ്ലൈൻറ്റ് നിങ്ങൾക്ക് ഉണ്ടായി കാണേണ്ടതാണ് നിലവിൽ. കാരണം പ്രത്യക്ഷത്തിൽ ഈ കാണിക്കുന്ന ലക്ഷണങ്ങൾ വെച്ചിട്ട് ഈ കംപ്ലൈൻറ്റ് ഉണ്ടാവണം. അപ്പം നിലവിൽ നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാൽ കാർബേറ്റർ നല്ല രീതിയിൽ ക്ലീനർ ഉപയോഗിച്ച് നല്ല രീതിയിൽ ക്ലീൻ ചെയ്തെടുക്കാം. അതിന് ശേഷം നമുക്ക് കാർബേറ്ററിൻ്റെ ഈ ഓവർഫ്ലോൻ്റെ നീഡിൽ വന്ന ഭാഗത്തൊക്കെ അത്യാവശ്യം തേയ്മാനം ഉണ്ട്. ശരിക്കും കാർബേറ്റർ കംപ്ലൈൻ്റ് ആണ്. പറയാൻ കാരണം എന്ന് വെച്ചാൽ ഈ വാക്യൂം വർക്ക് ചെയ്യണ ഭാഗത്ത് നല്ല രീതിയിൽ തേയ്മാനം വന്ന് പോയേക്കാണ്. അതിൻ്റെ ഉള്ളിലേക്ക് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും. ആ സൈഡിൽ ശരിക്കും ഒരു സ്ക്രാച്ച് പോലെ വന്നേനുണ്ട് ആ ഭാഗത്ത്. അത് ശരിക്കും തേയ്മാനം വന്നേനാണ്. അപ്പോൾ ഈ കാർബേറ്ററും അതേപോലെ തന്നെ ഈ വാക്യൂം പിസ്റ്റൺ എന്ന് പറയുന്ന യൂണിറ്റ് ഇതടക്കം ഒരുമിച്ചാണ് സാധാരണ രീതിയിൽ തേയ്മാനം വരാറ്. അപ്പോൾ ഇതിന് ചെറുതായിട്ടുണ്ട് നല്ല തേയ്മാനം. പക്ഷെ നമുക്ക് തൽക്കാലം ഇപ്പോൾ ഇതൊന്നും ചെയ്യണ്ട. കാർബേറ്ററും മാറ്റാൻ നിൽക്കണ്ട, വാക്യൂം പിസ്റ്റണും മാറ്റാൻ നിൽക്കണ്ട. അത് നമുക്ക് നല്ല രീതിയിൽ ക്ലീൻ ചെയ്തതിന് ശേഷം നമുക്കത് റീസെറ്റ് ചെയ്യാം. ഈ സ്ലോ ജെറ്റ് മാത്രം ഒന്ന് മാറ്റിയിടാം. കാരണം സ്ലോ ജെറ്റ് നമുക്ക് അത്യാവശ്യം ബ്ലോക്ക് കാണിക്കുന്നുണ്ട്, അതൊന്ന് മാറ്റിയിടാം. ഈ കാർബേറ്ററിന്മേൽ തന്നെ വന്ന ഈ ചോക്ക് യൂണിറ്റ് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യണില്ല. അപ്പോൾ അതൊന്ന് മാറ്റാം. ചോക്ക് കേബിൾ മാറ്റി അത് ചോക്ക് ഫ്രീ ആയിട്ട് വർക്ക് ആക്കാം. ആ ഒരു കണ്ടീഷനിലേക്ക് ആക്കി വയ്ക്കുക. അതിന് ശേഷം നമുക്ക് ഈ പ്ലഗ് ഒന്ന് ചേഞ്ച് ചെയ്തിടാം. കാര്യം ഈ പ്ലഗിന് വലിയ പഴക്കം വന്നിട്ടില്ല, പക്ഷേ എങ്കിൽ കൂടി അത്യാവശ്യം കാർബൺ കണ്ടൻ്റ് ഉണ്ട് ഉള്ളിൽ കാണുന്നുണ്ട്. അപ്പോൾ ഞാൻ നിലവിൽ നമുക്ക് ഈ ചെയ്യുന്ന വർക്കിൻ്റെ ഒരു റിസൾട്ട് കൃത്യമായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ ഫയറിങ് ഒക്കെ കറക്റ്റ് ആയിരിക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇത് ക്ലീൻ ചെയ്തിട്ട് ഓൾറെഡി വണ്ടിയുടെ ടാങ്ക് ബാഗിനകത്തേക്ക് വെച്ചേക്കാം. ഈ പ്ലഗ് എപ്പോഴെങ്കിലും ആവശ്യം വരാണെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം. ഇപ്പം നിലവിൽ നമുക്കത് പുതിയത് റീസെറ്റ് ചെയ്യാം. പിന്നെ നമുക്ക് ഇതുമ്പോൾ കിടക്കുന്ന എയർ ഫിൽറ്ററൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ നമ്മൾ എയർ ഫിൽറ്ററിൻ്റെ ഭാഗം കൂടി നോക്കിയായിരുന്നു. എയർ ഫിൽറ്ററൊക്കെ വലിയ പഴക്കമില്ലാത്ത എയർ ഫിൽറ്ററാണ്, പക്ഷേ എങ്കിൽ കൂടി ഇതൊരു കമ്പനി സാധനമൊന്നുമല്ല, ഒരു കുറഞ്ഞ ചാത്ത സാധനമാണ് ഇതല്ലോ. അപ്പോൾ എയർ ഫിൽറ്ററും പ്ലഗും മാറുന്നുണ്ട്. കാർബേറ്റർ ക്ലീൻ ചെയ്തിട്ട് ഈ ചോക്കിൻ്റെ ഈ യൂണിറ്റ് സ്റ്റാർട്ടർ യൂണിറ്റ് എന്ന് പറയുക അതും മാറ്റി നമ്മൾ ക്ലിയർ ചെയ്ത് ഈ സ്ലോ ജെറ്റും മാറ്റി റീസെറ്റ് ചെയ്തിടാം. അത്രയും ചെയ്യാം നമുക്ക്. അതാണ് നമുക്ക് കാർബേറ്ററുമായി ബന്ധപ്പെട്ട് നമുക്ക് ചെയ്യാൻ പറ്റുക. അതല്ലെങ്കിൽ പിന്നെ കാർബേറ്റർ മാറ്റണമെന്നുണ്ടെങ്കിൽ 5000 സംതിങ്, നമുക്ക് 5000-5500 അടുത്ത് നമുക്ക് അതിന് മാത്രം കോസ്റ്റ് വരുന്നുണ്ട്. ഓൾറെഡി നമുക്ക് ഇത്രയും കേസ് ചെയ്യാം. 90% നമുക്ക് കംപ്ലൈൻറ്റ് റെഡി ആവേണ്ടതാണ്. അപ്പോൾ ആ കൂട്ടത്തിലൂടെ നോക്കിയിട്ട് കൃത്യമായിട്ട് എൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയതിനു ശേഷം ഞാൻ എൻ്റെ കറക്റ്റ് ഇത് പറയാം. ഓക്കെ. പിന്നെ ഞാൻ എൻ്റെ നിലവിൽ ഇപ്പോൾ ഇത്രയും ചെയ്യുമ്പോൾ നമുക്ക് ഏകദേശം എത്ര കോസ്റ്റ് വരും എന്നുള്ളത് ഞാനൊരു എസ്റ്റിമേറ്റ് ആക്കി നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്സാപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്ത് കേട്ടോ. അപ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ചെയ്താൽ മതി. വണ്ടി എന്തായാലും നാളത്തേക്ക് ആവുള്ളൂ. ഞാനത് റെഡിയാക്കിയിട്ട് നാളെ വിളിക്കാം. ഓക്കെ.